ഈ വർഷങ്ങൾക്ക് മുമ്പ് ഉടൻ ബോക്സുകൾ യൂസ് ചെയ്തിരുന്നു. ഇപ്പോഴും PVC ബോക്സ് ഉടൻ മാറിയിട്ട് PVC ബോക്സ് ഉണ്ട്. അപ്പോൾ അന്നുള്ള അളവാണ് 4x4, 6x4, 8x4, 10x8, 12x8, 10x4. മുമ്പ് ഈ ഫാൻ റെഗുലേറ്ററൊക്കെ ഇങ്ങനെ വലിയ ഫാൻ റെഗുലേറ്ററൊക്കെ സൈഡിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഫാൻ റെഗുലേറ്ററൊക്കെ വളരെ അങ്ങ് സ്ലിമ്മായി. ഇപ്പം മെറ്റൽ ബോക്സുകളാണ് കൂടുതൽ ഇലക്ട്രിക്കൽ വർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ അപൂർവമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ഫ്യൂസാണ്, കിറ്റ്കാറ്റ് ഫ്യൂസ് എന്ന് പറയും അല്ലേ. ഫ്യൂസ് നമ്മൾ മേടിക്കുന്നത് ആംബിയർ റേറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്താണ് ന്യൂട്രൽ ലിങ്ക്, ഐസൊലേറ്റർ. ഇത് പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഐസൊലേറ്ററിന് ആംബിയർ പറയണം. 40 ആംബിയറിൻ്റെ ഒരു ഐസൊലേറ്റർ അല്ലെ, എത്രയാണ് ആംബിയർ എന്ന് വെച്ചാൽ അത് പറയുക. ഐസൊലേറ്ററൊക്കെ പ്ലേസ് ചെയ്ത് നമ്മൾ പിന്നീട് DBക്കകത്ത് പ്ലേസ് ചെയ്യും. ഇത് 8x4-ൻ്റെയും 10x8-ൻ്റെയും ഓരോ ബോക്സ്, ഒരു ചെറിയൊരു ഷെഡ് വയറിംഗ് ആണ്. ഇത് 10x4-ൻ്റെ ബോക്സുകളാണ്. അതിൻ്റെ അകത്തുള്ള സ്വിച്ച് അറേഞ്ച്മെൻറ്റ്, എത്ര സ്വിച്ച് ഇരിക്കും എന്നുള്ളത്. സാധാരണ 4x4-ൻ്റെ അകത്ത് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്വിച്ച് പ്ലേസ് ചെയ്യും. ഇതൊരു പവർ സോക്കറ്റ്, ഇപ്പോഴത്തെ ലെഗ്രാൻഡിൻ്റെ പവർ സോക്കറ്റ്, എർത്തിൻ്റെ സിമ്പലാണ് ആ കാണുന്നത്. ഇപ്പോൾ എർത്ത് സാധാരണ ഗ്രീൻ വയറായിരിക്കും. ആ ഗ്രീൻ വയർ എർത്തിൽ നല്ല കൊടുക്കുക. എല്ല് കാണുന്നത് പിന്നെ ഫേസ് കൊടുക്കേണ്ട സ്ഥലം, N ആണെങ്കിൽ ന്യൂട്രൽ കൊടുക്കുന്ന സ്ഥലം. എല്ല് ഫേസ്, N ന്യൂട്രൽ. പിന്നെ എർത്തിൻ്റെ സിമ്പലുള്ളത് ഇത് SPST സ്വിച്ച്, സിംഗിൾ പോൾ സിംഗിൾ ത്രോ, സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച്. ഇതൊരു പവർ സ്വിച്ച്, ലെഗ്രാൻഡ് ഇൻഡിക്കേറ്ററുള്ള, അതായത് സ്വിച്ച് ഇടാൻ മാത്രം ഇൻഡിക്കേറ്റർ കത്തത്തക്ക വണ്ണം വേണം നമ്മളെപ്പോഴും കണക്ഷൻ കൊടുക്കും. സാധാരണ ഈ കാളിംഗ് ബെല്ലിനും എല്ലാം ഇൻഡിക്കേറ്റർ ടൈപ്പ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതുപോലെ ആരോ നോക്കി വേണം, സ്വിച്ചിനും ഇതിനും ഉണ്ട് ആരോ ഉണ്ട്, ആരോ നോക്കി വേണം എവിടെയും സ്വിച്ച് പ്ലേസ് ചെയ്യാനായിട്ട്. ഇത് 4 മോഡുലാറിൻ്റെ ഒരു ബോക്സാണ്. അതായത് യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ലെങ്കിൽ 4 സ്വിച്ച് ഇരിക്കും. ഒരു പ്ലഗ് എന്ന് പറഞ്ഞാൽ 2 സ്വിച്ചിൻ്റെ സാധനം എടുക്കും. അപ്പോൾ 2, 3, 4. എല്ല് ഫേസ് കൊടുക്കേണ്ട സ്ഥലം, SE ഉണ്ട് ഫേസിന്, N ന്യൂട്രൽ, പിന്നെ എർത്ത്. ഇത് മുകളിൽ കാണുന്ന ഒരു AC-യുടെ സ്വിച്ച്, പിന്നെ ഒരു ഫാൻ റെഗുലേറ്ററും സ്വിച്ചും, ഒരു പ്ലഗും സ്വിച്ചും, പിന്നെ അല്ലാതെ 2 സ്വിച്ച്, താഴെ 2 പ്ലഗും സ്വിച്ച്. അത് AC-യുടെ ഔട്ട്ലെറ്റ്. സാധാരണ AC-ക്ക് വയർ ഉപയോഗിക്കുന്ന 2.5 mm വയറാണല്ലേ സാധാരണ യൂസ് ചെയ്യുന്നത്. ഒരു ഇൻവെർട്ടർ MCB, ഒരു RCCB, പിന്നെ ഒരു MCB. RCCB എന്ന് പറഞ്ഞാൽ റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ, MCB എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അതിനൊക്കെ ആംബിയർ റേറ്റിംഗ് ഉണ്ട്. RCCBക്ക് ഇത് ഇപ്പോഴത്തെ ലെഗ്രാൻഡ് 12 മോഡുലാറിൻ്റെ ബോക്സ്. അതൊക്കെ 12 മോഡുലാർ. സിക്സ് മോഡുലാർ, പിന്നെ 4 മോഡുലാർ, 2 മോഡുലാർ, 6 മോഡുലാർ, 9 മോഡുലാർ, 12, 18, അങ്ങനെ പല തരം ബോക്സുകളുണ്ട്.
ഇത് 4 മോഡുലാറിൻ്റെ ബോക്സാണ്. ഇത് ഇപ്പോഴത്തെ സ്വിച്ച് ലെഗ്രാൻഡിൻ്റെയൊക്കെ ഓരോ പ്ലഗും സ്വിച്ചും, AC സ്വിച്ച്. ഇത് 6 പ്ലേറ്റാണ്. AC ഇതേപോലെ ന്യൂട്രൽ കൊടുക്കേണ്ട സ്ഥലം, ഫേസ് കൊടുക്കേണ്ട സ്ഥലമൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കൃത്യമായിട്ട് കൊടുക്കണം. മാറിപ്പോയി കഴിഞ്ഞാൽ ഷോർട്ടാവും. ഫേസും ന്യൂട്രലും കൂടെ ഷോർട്ടായി പോകും. ഗ്രീൻ വയർ എർത്തിന്, മസ്റ്റായിട്ട് ഗ്രീൻ വയർ എർത്തിന് ഉപയോഗിക്കുക. ആ മഞ്ഞ ടേപ്പടിച്ച വയർ ഇൻവെർട്ടറാണ്. അതായത് ഒരു പ്ലഗും സ്വിച്ച് ഇൻവെർട്ടറിലും ഒരു പ്ലഗും സ്വിച്ചും അല്ലാതെ ഡയറക്റ്റ് AC